എൻ്റെ രണ്ടാമത്തെ ചിത്രമാണ് ഓടരുതമ്മാവ ആളറിയാം. അതിൻ്റെ തിരക്കഥാകൃത്തായിരുന്നു ശ്രീനിവാസൻ. അന്ന് തുടങ്ങിയ ഒരു ആത്മബന്ധമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു കൂട്ടുകാരൻ, ഒരു സഹോദരൻ, അതിനപ്പുറം ഒരു ഗുരുസ്ഥാനത്ത് കാണേണ്ട ഒരു വ്യക്തിത്വമാണ് ശ്രീനിവാസൻ. ശ്രീനിവാസൻ്റെ പ്രസക്തിയെക്കുറിച്ചും പ്രാധാന്യത്തെക്കുറിച്ചും ഞാൻ പറയേണ്ട കാര്യമില്ല. അത് മലയാളം വായിച്ചറിഞ്ഞിട്ടുള്ള കാര്യമാണ്, അനുഭവിച്ചറിഞ്ഞിട്ടുള്ള കാര്യമാണ്. എന്നാൽ ഒരു കാര്യം പറയാം, മലയാള സിനിമയിലെ ഹാസ്യത്തിൻ്റെ നിലവാരം ഉയർത്തുന്നതിൽ ശ്രീനിവാസൻ വഹിച്ചിട്ടുള്ള പങ്കെന്ന് പറയുന്നത് വളരെ വലുതാണ്. അശ്ലീല ചൊവ്വയുള്ള, ഡബിൾ മീനിങ്ങുള്ള ഒരു സംഭാഷണം പോലും അദ്ദേഹം ജീവിതത്തിൽ ഇതുവരെ എഴുതിയിട്ടില്ല. ഒരു എന്താ പറയുക, തലച്ചോറിൻ്റെ ഹാസ്യമാണ്, ഒരുപാട് ആലോചിച്ചിട്ട് എഴുതുന്ന ഹാസ്യമാണ്. ഞാൻ അദ്ദേഹത്തിൻ്റെ റൂമിൽ പോകുമ്പോൾ പലപ്പോഴും കണ്ടിട്ടുള്ളത് പേപ്പർ ചുരുട്ടുകുറ്റി അവിടെ നിലത്ത് കിടക്കുന്നതാണ്. എഴുതി റിഫൈൻഡാക്കി കോമഡി സീൻ എഴുതാനാണ് ഏറ്റവും ബുദ്ധിമുട്ടെന്നാണ് അദ്ദേഹം പറയാറുള്ളത്. എന്നാൽ ഇമോഷണലായിട്ടുള്ള സീൻസ് അത് ഹൃദയം കൊണ്ട് അദ്ദേഹം എഴുതും, പെട്ടെന്ന് എഴുതും, അത് സീൻ റെഡിയാണ്. പിന്നെ അത്ഭുതകരമായിട്ടുള്ള കഴിവെന്ന് പറയുന്നത് സീൻ ഓർഡർ എന്നുള്ളത് 1 to 100 ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഡയലോഗ്സ് എഴുതിയിട്ടുണ്ടാവില്ല. ആദ്യ ദിവസം എഴുതുന്നത് ചിലപ്പോൾ 100ാമത്തെ അല്ലെങ്കിൽ 98ാമത്തെ സീനിൻ്റെ ഡയലോഗ്സ് എഴുതും. അത്രയ്ക്ക് മനസ്സിൽ പതിപ്പിച്ചാണ് എഴുതുന്നത്.